മാമ്പഴപ്പത്തിന്റെ ഈ അധ്യായത്തിൽ ഇന്നാദ്യം യുദ്ധകവിതകൾ ചൊല്ലാനായി എത്തുന്നു ഭവ്യ, അനന്തലക്ഷ്മി എന്നിവർ. ഭവ്യ, അനന്തലക്ഷ്മി, യുദ്ധത്തിനെ കുറിച്ചും പോരിനെ കുറിച്ചൊക്കെ ഉള്ള കവിതകളാണെങ്കിലും നല്ല ഐക്യമുണ്ടല്ലോ രണ്ടുപേരെയും കാണാൻ. ഏതൊക്കെ കവിതകളാണ് ഇന്ന് ചൊല്ലുന്നത്? അനന്തലക്ഷ്മി ചൊല്ലുന്നത് അധ്യാത്മരാമായണത്തിലെ മേഘനാഥവധം എന്ന ഭാഗമാണ്. ഭവ്യ ചേച്ചി ചൊല്ലുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ യാദവനാശം എന്ന കവിത. നല്ല ഉഷാറായിട്ട് ആവേശത്തോടു കൂടി തന്നെ ചൊല്ലാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ. അന്തരായുള്ളവർ മാനസമന്നേരം ഭ്രാന്തരെ പോലെ എങ്ങായി കൂടി ഒച്ചപ്പെടാതെ പറഞ്ഞു നിന്നിടുന്നോർ കുച്ചത്തിലായി ദേവാത്തയെല്ലാം ചാട്ടം തുടങ്ങിനാർ, ഓട്ടം തുടങ്ങിനാർ, പാട്ടും തുടങ്ങിനാർ പാരമപ്പോൾ വാശി പൂണ്ടൊന്നൊന്നെ പേശി തുടങ്ങിനാർ പൂശാതെ വന്നു നിന്നങ്ങുമെങ്ങും ശൂരന്മാരായുള്ള വീരന്മാർക്കന്നേരം കാരുണ്യമെന്നതോ ദൂരമായി കഷ്ടമായി നിന്നുള്ള നിഷ്ഠൂര ഭാഷണം ഒട്ടേറെ പൊങ്ങിത്തുടങ്ങിയതപ്പോൾ തന്മുന്നിൽ കാണുന്ന തങ്ങളെയെല്ലാമേ തന്നോടെ വൈരികളെന്നു തോന്നി മത്തരായി നിന്നങ്ങു യുദ്ധം തുടങ്ങിനാൽ ഉത്തമ ശ്ലോകനും കൊന്നു വീർത്താൻ നിർഘൃണരായി നിന്നു കൊന്നു തുടങ്ങിനാൽ മക്കളെ തന്നെയും മന്ദിയാതെ പ്രദ്യുമ്ന സാമ്പന്മാർ തങ്ങളിൽ നേരിട്ടു 500,000 ബാണമെയ്താർ ആയുധജാലമൊടുങ്ങി നിന്നോരോന്നെ പേയായി പോയോരു നേരത്തപ്പോൾ ഏരകപ്പുല്ലു പറിച്ചുകൊണ്ടെല്ലാരും പാരിച്ചു ചാടിനാർ മേനി തന്നിൽ വേദന പൂരിച്ചു മെയ് പിളർന്നോരോന്നെ മേദിനി തന്നിൽ പതിക്കയാലേ ആരണ ശാപത്താൽ മാരണമായത് ദ്വാരകവാസികൾ കേരകപ്പുൽ ചേതന വേർവിട്ടു പോകുന്ന നേരത്ത് വേദനയുണ്ടായേതില്ലയാർക്കും ചേതന വേർവിട്ടു പോകുന്ന നേരത്ത് വേദനയുണ്ടായേതില്ലയാർക്കും. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും കണ്ടുകൊള്ളുകയാകിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനര വീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാർ ശക്രാരിമേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരം മടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെങ്ങുന്നു സാരഥി തന്നെ തലയും മുറിച്ചതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപം എടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ നാരദൻ
പ്രശംസിച്ചിതന്നേരം. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഭവ്യ, അനന്തലക്ഷ്മി വീരപുരുഷന്മാരെ കുറിച്ചും അവരുടെ യുദ്ധത്തിനെയൊക്കെ കുറിച്ച് പാടി അതിൻ്റെ ആ ഭീകരത സൃഷ്ടിച്ചു അല്ലേ? നിങ്ങൾ നല്ല ആവേശത്തോടു കൂടിയാണ് കവിത ചൊല്ലിയത്. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഝാൻസി റാണിയും റാണി ലക്ഷ്മിഭായിയൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഈ കാവ്യാലാപനം എന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. ഭവ്യയും അനന്തലക്ഷ്മിയും വളരെ ചടുലമായി യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ച് അർത്ഥമൊന്നും ചോർത്തിക്കളയാതെ ഈ രണ്ട് കാവ്യഭാഗങ്ങളും മനോഹരമായിട്ട് ആലപിച്ചു. രണ്ടും രണ്ട് നല്ല ഭാഗങ്ങളാണ്. ഒന്ന് യാദവനാശത്തെക്കുറിച്ചുള്ള ചെറുശ്ശേരിയുടെ ഭാഗമാണ് അല്ലേ? ഭോജന്മാരും വൃഷ്ണികളും അന്തകന്മാരും മദ്യപിച്ച് ലക്ക് കെട്ട് ബന്ധുക്കളാണ്, സ്വന്തക്കാരാണ്, തമ്മിൽ തമ്മിൽ യുദ്ധം തുടങ്ങി. ഒരു കാരണവുമില്ലാതെ. കാരണമുണ്ട്. പണ്ട് ഇവരിൽ ഒരാൾ, സാമ്പൻ എന്നൊരാൾ, ഗർഭമുണ്ട് എന്ന് വേഷം കെട്ടി ആരണൻ എന്ന മഹർഷിയെ ചെന്ന് കണ്ട് ഈ ഗർഭം ഇവൾ പ്രസവിച്ചാൽ എന്താ കുട്ടി ആരായിരിക്കും ചോദിച്ചു. അങ്ങനെ കഥയുണ്ട്. അപ്പോൾ മഹർഷിക്ക് മനസ്സിലായി ഇത് ഗർഭമല്ല, കള്ളഗർഭമാണെന്ന്. അപ്പോൾ മഹർഷി ശപിച്ചു, ഇവൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും. അത് പ്രകാരം സാമ്പൻ ഇരുമ്പുലക്കയെ പ്രസവിച്ചു. ആ ഇരുമ്പുലക്ക കൊണ്ട് യാദവവംശം മുടിയും എന്നും കൂടി മഹർഷി ശപിച്ചിട്ടുണ്ടായിരുന്നു. മുടിയാതിരിക്കാൻ വേണ്ടി ഇവരതൊക്കെ കൂടി പൊടിച്ച് പൊടിയാക്കി ഭസ്മമാക്കി കടലിലെറിഞ്ഞു. ആ പൊടി ചെന്നടിഞ്ഞിടത്തൊക്കെയാണ് ഏരകപ്പുൽ എന്ന് പറയുന്ന ഒരു തരം മൂർച്ചയുള്ള പുല്ലുകൾ മുളച്ചു പൊന്തി. ഭോജന്മാരും വിഷ്ണികളും അന്തകന്മാരും തമ്മിൽ ബന്ധുക്കളും മക്കളും ഒക്കെ അടിപിടി കൂടി അവസാനം ഏരകപ്പുല്ലുകൾ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ചത്തുപോയി. ഇതൊക്കെ മനുഷ്യവംശത്തിന് വരാൻ പോകുന്ന ഗതിയാണ്. ഈ യാദവവംശനാശം നമുക്കൊക്കെ വരാം. തമ്മിൽ ബന്ധുക്കളാണെന്ന് അറിയാതെ, സ്വന്തക്കാരാണെന്ന് അറിയാതെ ഫാഷിസവും വർഗീയതയും ഒക്കെ വളർന്നു വന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. സംഭവിക്കാതിരിക്കട്ടെ. ഈ യുദ്ധം അതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റത് മേഘനാഥനെ വധിക്കുന്ന അല്ലേ രാമായണ യുദ്ധ സന്ദർഭം, അത് വളരെ ഗംഭീരമായിട്ട് ചൊല്ലി. മാത്രമല്ല അതിൽ വലിയൊരു കാര്യം അനന്തലക്ഷ്മി ചെയ്തു. പാരമെടുത്ത് 5 ബാണം പ്രയോഗിച്ച് തേരും പൊടിച്ച് കുതിരകളെ കൊന്ന് സാരഥി തൻ്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. 4 വരി ഒറ്റ സ്ട്രെച്ചിന് ചൊല്ലണം. നല്ല ചടുലമായ താളം നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അതിനെ അർത്ഥം തെറ്റിക്കാതെ മുറിച്ച് താളം തെറ്റിക്കാതെ ഒപ്പിച്ചു. അഭിനന്ദനം രണ്ടുപേർക്കും. നന്ദി സർ. മുരുകൻ സർ. അനന്തലക്ഷ്മിയും ഭവ്യയും രണ്ടാളും യുദ്ധരംഗങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ചു. അഭിനന്ദനങ്ങൾ. തീർച്ചയായും ഈ യാദവനാശത്തെക്കുറിച്ചുള്ള ഭാഗം കേൾക്കുമ്പോൾ ബൈബിളിലെ ലോകാവസാനത്തെ സംബന്ധിച്ച ഭാഗത്തെ ഓർമ്മപ്പെടുത്തും. തീർച്ചയായും മനുഷ്യൻ ജാതിയും വർഗവും തമ്മിൽ കലഹിച്ചില്ലാതായി പോകുന്ന, പെണ്ണിനും പൊന്നിനും പിന്നെ മണ്ണിനും എണ്ണയ്ക്കുമായി കണ്ണുനീരിൻ കടൽ തീർക്കും ഒരു കാലത്ത്, ജാതികൾ തമ്മിൽ പിണങ്ങി ജാതവേദങ്ങൾ തിരുത്തും, നാളെ മറ്റന്നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന പേടി എല്ലാ കവികളും പുലർത്തുന്ന ഒരു കാലത്ത് പഴയ ഒരു കവി ഒരു യാദവവംശത്തെ വെച്ചുകൊണ്ട് മാനവരാശിയുടെ നാശത്തെ സംബന്ധിച്ച സൂചകം നൽകുന്ന ഭാഗം വളരെ സുന്ദരമായും മനോഹരമായും ചടുലമായും അവതരിപ്പിച്ചു. അതുപോലെ മോള് മേഘനാഥവധവും മനോഹരമായി അവതരിപ്പിച്ചു. രണ്ടുപേരും നല്ല മത്സരബുദ്ധിയോടെ, സൗഹാർദ്ദത്തോടെയാണെങ്കിലും മത്സരബുദ്ധിയോടെ കവിതകൾ വളരെ മനോഹരമായി ആലപിച്ചു. ആശംസകൾ. അങ്ങനെ സൗഹാർദ്ദപൂർണമായ മത്സരം കേട്ട ചൊല്ലലിലും പിന്നെ ഭാവഹാവാദികളിലും സംഭവിക്കുന്നത് മൊത്തത്തിലുള്ള കേൾവിക്കും കാഴ്ചയ്ക്കും സൗന്ദര്യം കൂട്ടും. അങ്ങനെ സംഭവിച്ചു. ആശംസകൾ. നന്ദി സർ. മാർക്ക് എത്രയാണെന്ന് അറിയാം. ലീലാകൃഷ്ണൻ സർ. രണ്ടുപേർക്കും 50-ൽ 49 മാർക്ക് വരും. നന്ദി സർ. മുരുകൻ സർ. രണ്ടാളിനും 50-ന് 49. നന്ദി സർ. ഭവ്യയ്ക്കും അനന്തലക്ഷ്മിക്കും 100-ൽ 98 മാർക്ക് വീതം ലഭിച്ചു ഈ യുദ്ധ കവിതകൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ സൗഹാർദ്ദപരമായ ഈ മത്സരത്തിൽ വളരെ നന്നായി തന്നെ മുന്നേറാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ. നന്ദി ചേച്ചി.